ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനൂസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഡോണറ്റിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഡോണറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് 1 കപ്പ് മൈദക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം കൈകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട്. കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. ചപ്പാത്തി കുഴക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ റെഡിയാക്കിയിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഓയിലും കൂടെ തേച്ച് വെക്കുക. അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്തായാലും 1 മണിക്കൂർ വെക്കണം. അപ്പോഴാണ് ഇത് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരിക. പിന്നെ നമ്മൾ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. കുഴക്കണത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഡോണറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല, കുറച്ചൊന്ന് ഹാർഡായിരിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. 1 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുറച്ചും കൂടെ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ നല്ല പോലെ കുഴച്ചെടുത്തു. എന്നിട്ടാണ് നമ്മളത് റോൾ ചെയ്യാൻ പോണത്. ഇനി ഇത് കുറച്ച് കട്ടിയോട് കൂടി തന്നെ റോൾ ചെയ്തെടുക്കണം. കട്ടി കുറഞ്ഞു പോയാൽ ഡോണറ്റ് കൂടുതൽ ക്രിസ്പി ആയിട്ട് പോകും. അപ്പോൾ കുറച്ച് കട്ടിയോട് കൂടി തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ഞാനൊരു നോസിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നിങ്ങൾ റെഡിയാക്കാനായിട്ട്. കട്ടി കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഡോണറ്റ് ക്രിസ്പി ആയിട്ട് പോവും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡോണറ്റ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഓയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളൊക്കെ വേവാൻ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡോണറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ അട്രാക്റ്റീവായിട്ട് ചെയ്യുമ്പോഴാണ് മക്കൾ കൂടുതലായിട്ട് കഴിക്കാനും ഇഷ്ടപ്പെടുക. പിന്നെ ബാക്കിയുള്ള ഡോണറ്റ് നമ്മൾ കവർ ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര പൊടിച്ചത് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.